ഹായ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ജൂത വൈസ്രോയെ കുറിച്ചല്ലേ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമുക്ക് ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെട്ട ആളിനെ കുറിച്ച് പറയാം. ആരാണ് ഈ ക്രിസ്ത്യൻ വൈസ്രോയി? ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ഇർവിൻ പ്രഭുവിനെയാണ്. ഇർവിൻ 1926 മുതൽ 1931 വരെ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ആളാണ് ഇർവിൻ പ്രഭു. ഇർവിൻ പ്രഭു ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്ന ആളാണ് ഇർവിൻ പ്രഭു. അപ്പോൾ ഇദ്ദേഹം ഒരു ദീപാവലി പ്രഖ്യാപനം നടത്തിയ ആളാണ്. എന്തായിരുന്നു ദീപാവലി പ്രഖ്യാപനം? ഇന്ത്യക്ക് അർഹിക്കുന്ന സമയത്ത് സ്വതന്ത്ര പദവി നൽകും. അപ്പോൾ ഇന്ത്യക്ക് അർഹിക്കുന്ന സമയത്ത് സ്വതന്ത്ര പദവി നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പ് നൽകിക്കൊണ്ട് ദീപാവലി പ്രഖ്യാപനം നടത്തി 1929 ദീപാവലി പ്രഖ്യാപനം നടത്തിയ വൈസ്രോയി ആണ് ഇർവിൻ പ്രഭു. അതുപോലെ 1929 ശാരദാ നിയമം എന്ന് പറഞ്ഞിട്ടുള്ള നിയമം കൊണ്ടുവന്നു. ശാരദാ നിയമം എന്തായിരുന്നു സംഭവം? ശാരദാ നിയമം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ വിവാഹപ്രായം 14 വയസ്സ്, ആൺകുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സ് ഇങ്ങനെ നിജപ്പെടുത്തി. അപ്പോൾ പെൺകുട്ടികളുടെ വിവാഹപ്രായം 14 വയസ്സും ആൺകുട്ടികളുടേത് 18 വയസ്സുമാക്കി നിജപ്പെടുത്തിക്കൊണ്ട് ശാരദാ നിയമം പാസാക്കിയ വൈസ്രോയി ആരാധിച്ചാൽ അതും ആരാണ്? അതും ഇർവിൻ പ്രഭുവാണ്. ഇനി അതുപോലെ അക്കാലത്ത് ഇർവിൻ്റെ കാലത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ പ്രക്ഷോഭങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ 1930 നമ്മുടെ സൂര്യാസെൻ ഉണ്ടല്ലോ, മാസ്റ്റർ ദാ എന്നറിയപ്പെടുന്ന സൂര്യാസെന്റെ നേതൃത്വത്തിൽ ചിറ്റഗോങ്ങിൽ ആയുധപ്പുര ആക്രമിച്ചു. ചിറ്റഗോങ് ആർമറി റെയ്ഡ്. അപ്പോൾ ചിറ്റഗോങ് ആയുധപ്പുര ആക്രമണം നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ആള് ആരാണ്? ഇർവിൻ പ്രഭുവാണ്. അതുപോലെ 1930 ഏപ്രിൽ 6 ഗാന്ധി ദണ്ഡിയിൽ ഉപ്പ് നിയമം ലംഘിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നത് ആരാണ്? ഇർവിൻ പ്രഭുവാണ്. ഗാന്ധി ഉപ്പ് നിയമം ലംഘിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു. അവസാനം 1931 മാർച്ച് 5 ഈ ഗാന്ധിയും ഇർവിനും കൂടെയാണ് ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്, ഗാന്ധി ഇർവിൻ പാക്ട്. ആ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ഗാന്ധി എന്ത് ചെയ്യുന്നത്? സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം നിർത്തിവെച്ചത്. സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം നിർത്തിവെച്ചിട്ട് രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് ഗാന്ധി തീരുമാനിച്ചു. അത് ഗാന്ധി ഇർവിൻ ഉടമ്പടി അനുസരിച്ചാണ്. എന്നാൽ രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ അല്ല. ഒന്നാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ മാത്രമേ ഇന്ത്യയിലെ വൈസ്രോയി ആയിട്ടുണ്ടായിരുന്നുള്ളൂ, ഇർവിൻ ഇന്ത്യയിലെ വൈസ്രോയി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്നാമത്തെ വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നത് ഇർവിനാണ്. അതുപോലെ നമ്മുടെ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ തൂക്കിലേറ്റുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നത് ഇർവിനാണ്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ തൂക്കിലേറ്റുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ.